കാരണം നമ്മളൊരു കുട്ടി ജനിച്ച സമയം തൊട്ട് ടോയ്ലറ്റിൽ പോകാത്ത ഒരു മനുഷ്യനും ഇല്ല, ഒരു കുട്ടികളും ഇല്ല. അപ്പൊ പക്ഷെ നമുക്ക് അത് വൃത്തിഹീനമായിട്ട് ഇന്നത്തെ സ്ഥിതിക്ക്, ഇന്നത്തെ ഒരു 21st സെഞ്ചുറി, ഇന്നത്തെ ഒരു സെൻജി എന്നൊക്കെ പറഞ്ഞ് കുറെ ട്രെൻഡ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റിന്റെ കാര്യം ആരും അത്ര ശ്രദ്ധ കൊടുക്കാറില്ല. പ്രത്യേകിച്ച് സ്കൂളിന്റെ ടോയ്ലറ്റ്സ്, നമ്മൾ കുട്ടികൾ പഠിക്കാൻ പോകുന്ന സ്കൂളിൽ നമ്മൾ കുട്ടി ഒരു 6 തൊട്ട് ഒരു 8 മണിക്കൂറുള്ള സ്കൂളിൽ ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ ആ ചെലവഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവന് അല്ലെങ്കിൽ ആ കൊച്ചിന് മൂത്രശങ്കം ഉണ്ടാവാം, ബാത്റൂമിൽ പോകണമെന്നൊക്കെ തോന്നും. അപ്പൊ അത് കൃത്യമായിട്ട് പോവാതിരിക്കുമ്പോഴത്തേക്ക് അത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബോഡിയിലും മാനസികമായിട്ടും നമുക്ക് ഉണ്ടാക്കും. ടോയ്ലറ്റ് വൃത്തിയില്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ വെള്ളം കുടി കുറയ്ക്കും. അതേപോലെ ടോയ്ലറ്റിൽ പോണത് ഒഴിവാക്കാൻ വേണ്ടി വെള്ളം കുടി കുറയ്ക്കും. അതാണ് പ്രധാനമായിട്ട്. പിന്നെ അതുകൊണ്ടുണ്ടാവുന്ന വയറുവേദന, കിഡ്നി ഫെയിലിയർ, അല്ലെങ്കിൽ വേറെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അതേപോലെ മലബന്ധം, യൂറിനറി ഇൻഫെക്ഷൻസ്,